നാം പഠിച്ചതുപോലെ ജീവിക്കാം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വലിയ നോമ്പിൻ്റെ അവസാന വാരത്തിൽ നമ്മൾ സത്യകുമ്പസാരം നടത്തിയല്ലോ. നമ്മുടെ തെറ്റുകൾ ദൈവത്തോട് സമ്മതിച്ചല്ലോ. ഇപ്പോൾ ഒരു ചോദ്യം, ഇനി നമ്മൾ എങ്ങനെ ജീവിക്കണം? അന്ന് നമ്മുടെ പ്രിയ വികാരിയച്ഛൻ പറഞ്ഞതുപോലെ കുമ്പസാരം ഒരു ദിവസത്തെ കാര്യമല്ല, അത് ജീവിതം മുഴുവൻ സൂക്ഷിക്കേണ്ട അനുഗ്രഹമാണ്. നാം പഠിച്ചതുപോലെ ജീവിക്കാൻ ഇന്ന് ഒരു കാര്യം നമുക്ക് ചിന്തിക്കാം. ദൈവവചനം നമ്മോട് പറയുന്നു, എഫേസ്യർ 4:26 കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. കുഞ്ഞുങ്ങളെ, നമുക്ക് കോപം വരാം, പക്ഷേ കോപം വന്നാൽ പാപം ചെയ്യരുത് എന്നാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ കുമ്പസാരത്തിൽ പറഞ്ഞല്ലോ, ഇനി ഞാൻ നല്ല മകനായി മകളായി ജീവിക്കുമെന്ന്. അത് വെറും വാക്കുകളായി നിൽക്കരുത്, അത് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കണം, നമ്മുടെ പ്രവർത്തികളിൽ തെളിയണം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് നോക്കാം. ഗെയിം കളിക്കുമ്പോൾ തോറ്റാൽ ഒരു നിമിഷം ഫോൺ എറിയണമെന്ന് തോന്നാറില്ലേ? സുഹൃത്തുക്കൾ ഒരു തമാശ പറഞ്ഞാൽ കോപം വരാറുണ്ടോ? മാതാപിതാക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ ഉടൻ മറുപടി പറയാൻ തോന്നാറുണ്ടോ? അധ്യാപകർ എന്തെങ്കിലും പറഞ്ഞാൽ ഇറിറ്റേഷൻ തോന്നാറില്ലേ ചിലപ്പോഴൊക്കെ? കുഞ്ഞുങ്ങളെ, ഇത്തരം സന്ദർഭങ്ങളിലാണ് നമ്മൾ പഠിച്ചതിനെ ജീവിതത്തിൽ നടപ്പാക്കേണ്ടത്. തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവുമുള്ളവനായിരിക്കട്ടെ. വിശുദ്ധ യാക്കോബ് 1:19 വീണ്ടും സദൃശ്യവാക്യങ്ങൾ 15:1 ഇപ്രകാരം പറയുന്നു, മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിനവാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ 2 വചനങ്ങളും നമ്മെ ഒരേ കാര്യം പഠിപ്പിക്കുന്നു. കോപം വന്നാൽ ഉടൻ പ്രതികരിക്കരുത്. സംസാരിക്കുമ്പോൾ മൃദുവായി സംസാരിക്കണം. കുഞ്ഞുങ്ങളെ, ഒരു ചെറിയ തീപ്പൊരി വലിയ തീയാകും. അതുപോലെ ചെറിയ കോപം പോലും ശ്രദ്ധിക്കാതെ പോയാൽ വലിയ പ്രശ്നമാകും. പക്ഷേ ഭയപ്പെടേണ്ട, നമുക്ക് കോപം നിയന്ത്രിക്കാൻ ഒരു നല്ല മാർഗമുണ്ട്. സ്റ്റോപ്പ്, തിങ്ക്, പ്രേ, ഗോ. ഇത് വെറുമൊരു ട്രിക്കല്ല, ഇത് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന ജീവിത മാർഗമാണ്. വിശുദ്ധ യാക്കോബ് 1:19 നമ്മെ പഠിപ്പിക്കുന്നത് പോലെ കോപം നിയന്ത്രിക്കാൻ ഒന്നാമത് സ്റ്റോപ്പ്, നിർത്തുക, ഉടൻ പ്രതികരിക്കാതെ നിർത്തുക. അതാണ് പറവാൻ താമസം. രണ്ടാമത് തിങ്ക്, ചിന്തിക്കുക. ആദ്യം കേൾക്കുക, മനസ്സിലാക്കുക. അതാണ് കേൾപ്പാൻ വേഗം. മൂന്നാമത് പ്രേ, പ്രാർത്ഥിക്കുക, ദൈവത്തോട് സഹായം ചോദിക്കുക. അപ്പോൾ ഹൃദയം ശാന്തമാകും. നാലാമത് ഗോ, മാറി നിൽക്കുക. കോപം കൂടാതിരിക്കാൻ മാറി നിൽക്കുക, കോപത്തിന് താമസം. അങ്ങനെ കുഞ്ഞുങ്ങളെ, ഈ ചെറിയ മാർഗം നമ്മെ തിരുവചനം ജീവിതത്തിൽ നടപ്പാക്കാൻ സഹായിക്കുന്നു. ഇന്നു മുതൽ ഒരു ചെറിയ തീരുമാനമെടുക്കാം. കോപം വരുമ്പോൾ ഉടൻ പ്രതികരിക്കാതെ കാത്തിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് പറയാം, കോപം വരും, പക്ഷേ ഞാൻ ശാന്തത തിരഞ്ഞെടുക്കും. കോപം വരും, പക്ഷേ ഞാൻ ശാന്തത തിരഞ്ഞെടുക്കും. പ്രിയ കുഞ്ഞുങ്ങളെ, സത്യകുമ്പസാരം നമ്മെ ശുദ്ധമാക്കും, പക്ഷേ നല്ല ജീവിതം നമ്മെ ശക്തരാക്കും. ഒരു പ്രധാന കാര്യം കൂടി ഓർക്കാം, സത്യകുമ്പസാരം ഒരു ദിവസത്തെ കാര്യമല്ല, അത് ജീവിതം മുഴുവൻ സൂക്ഷിക്കേണ്ട അനുഗ്രഹമാണ്. നമ്മൾ ഇന്നലെ കുമ്പസാരിച്ചു, ഇന്നത് മറന്ന് ജീവിക്കരുത്. ഓരോ ദിവസവും നമ്മൾ ശ്രദ്ധിച്ച് ജീവിക്കണം, മാറാൻ ശ്രമിക്കണം. ഓർക്കുക, കുമ്പസാരിച്ചത് കൊണ്ട് മാത്രം മതിയാകില്ല. നാം ഉപേക്ഷിച്ച തെറ്റുകൾ വീണ്ടും ചെയ്യരുത്.
നാം മാറാൻ ശ്രമിക്കണം, നാം പഠിച്ചതുപോലെ ജീവിക്കണം. ഈ കാര്യങ്ങളെല്ലാം പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങളെ ശാസിക്കാനല്ല, നിങ്ങളെ സഹായിക്കാനാണ്. നല്ല കുഞ്ഞുങ്ങളായി വളരാൻ, ദൈവത്തോടൊപ്പം ജീവിക്കാൻ. സത്യകുമ്പസാരം എന്നത് വീണ്ടും വീണ്ടും അതേ തെറ്റ് ചെയ്യാനുള്ള വഴിയല്ല, തെറ്റിൽ നിന്ന് മാറാനുള്ള വഴിയാണ്. ദൈവം എപ്പോഴും നമ്മോട് ക്ഷമിക്കും. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് നാം മാറാൻ ശ്രമിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾ പഠിച്ചതുപോലെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കോപം വരുമ്പോൾ ശാന്തത തിരഞ്ഞെടുക്കാൻ സഹായിക്കണമേ. നല്ല കുഞ്ഞുങ്ങളായി ജീവിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. ആമേൻ.